നമസ്തേ. മഹാദേവന്റെ ഫലസിദ്ധിയുള്ള വഴിപാടുകളാണ് ഇന്ന് പറയുന്നത്. അഭിഷേകപ്രിയനായ ഭഗവാന് അത്യധികം പ്രിയപ്പെട്ടവയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. 108 കുംഭം ജലധാര അഭിഷേകം ചെയ്താൽ അസുഖ നിവാരണം, കാര്യസിദ്ധി, കുടുംബ ഐക്യം, കലഹ നിവാരണം എന്നിവ ഫലം കിട്ടുന്നു. ഇനി രുദ്രാഭിഷേകം പൂർവജന്മ കർമ്മ ദോഷവും പൂർവികമായ പാപങ്ങൾ ഇവയുടെ നാശമാണ് ഫലം. ക്ഷീരധാര നടത്തിയാൽ രോഗനിവാരണം. നവകാഭിഷേകം ചെയ്താൽ ഭഗവാന്റെ ചൈതന്യവർദ്ധനവിനും ഭക്തരുടെ സർവാഭീഷ്ട സിദ്ധിക്കുമാണ് നവകാഭിഷേകം നടത്തുന്നത്. ഇനി ഇളനീര് അഭിഷേകം, അത് ഏത് സതുദ്ദേശവും സഫലമാകും. ഭസ്മാഭിഷേകം പാപനാശം, ദുരിതമോചനം എന്നീ ഫലം ലഭിക്കുന്നു. നെയ്വിളക്ക് നെയ്യൊഴിച്ച് ശ്രീകോവിലിൽ ദീപം തെളിയിച്ചാൽ മഹാദേവ വിഗ്രഹത്തിൽ പ്രകാശം പതിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും പ്രകാശം പരക്കുന്നതാണ്. പിൻവിളക്ക് പാർവതീ പ്രീതിക്കും പ്രണയസാഫല്യം ഉണ്ടാകാനും ദാമ്പത്യ സൗഖ്യം വരാനുമാണ് പിൻവിളക്ക്. നിറമാല മഹാദേവ പ്രീതിയും സർവ്വ ഐശ്വര്യവും ഫലം. മഹാദേവൻ മഹാമൃത്യുഞ്ജയമൂർത്തിയും മഹാവൈദ്യനുമാണ്. തെളിഞ്ഞ മനസ്സോടെ ഈ വഴിപാടുകൾ ചെയ്താൽ ഫലസിദ്ധി ഉറപ്പാണ്. അതേപോലെ ചോറ്റാനിക്കര അമ്മയുടെ അത്യുഗ്രമായതും ഭക്തി നിർഭരമായതുമായ, അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പായതുമായ യക്ഷിക്കഥ, അതേപോലെ ഭക്തനെ രക്ഷിക്കാൻ യക്ഷിയെ വധിച്ച പരാശക്തി ചോറ്റാനിക്കര അമ്മയുടെ കഥ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. എല്ലാവരും കേൾക്കുക, അമ്മയെ പ്രാർത്ഥിക്കുക. സർവ്വസങ്കടങ്ങളെയും അമ്മ മാറ്റിത്തരും. ഭക്തിപൂർവ്വം അമ്മയെ പ്രാർത്ഥിച്ചോളൂ.